I can't feel no better. What's this knob do? What's this knob do? ഹലോ എങ്ങോട്ടാ? നശിപ്പിച്ച് ആ ഫ്ലോ അങ്ങോട്ട് പോയി. ഞങ്ങളുടെ ഫാൻസ് ഇത് എങ്ങനെ സഹിക്കും? കണ്ണും കാണാത്ത പൊട്ടൻ കണ്ടാ എന്നോടോ ഓഫീസിലോട്ട്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? സാറ് കാശിക്ക് പോയി. കാശിക്ക ബോസിന് പ്രാന്തായ നിക്കണത് കാശിക്ക് പോയ? അതൊന്നും എനിക്കറിയാൻ മേല. അതൊക്കെ നേരിട്ട് വരുമ്പോ നിങ്ങൾ എന്നെ ചോദിച്ചോ. ആളിയാ നമുക്ക് നമ്മുടെ പറമ്പിൽ പോയി വായി നോക്കാം. പ്രാന്തായ കുറച്ചു മുന്നേ ഇവിടെ നോർമലായിരുന്നല്ലോ. നീ എന്താണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ? അത് ഏടാ നീ നമ്മുടെ കൂത്താടി വളവിലെ മേരിക്കുട്ടി അറിയോ? ചുരുണ്ട മുടിയുള്ള ഫ്രണ്ടിലെ പല്ലിന് വിടവുള്ള ബ്ലൂ നെയിൽ പോളിഷ് അടിച്ചു നടക്കുന്ന മേരിക്കുട്ടിയല്ലേ? അവള് തന്നെ. അവളെ ഞാനില്ലേ പള്ളിയിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പൊ അവള് പറയുവാ എന്റെ ചിരി കാണാൻ ദുൽഖറിനെ പോലെ ഉണ്ടെന്ന്. അതുകൊണ്ടാവും 32 കൊല്ലം പുറത്തിട്ടോണ്ട് ഇളിച്ചോണ്ട് നിക്കണത്. ദുൽഖറിനെ പോലെ നരിക്കുള്ള ഡ്രാക്കോളിനെ പോലെ നരിക്കും പറഞ്ഞത്. എടപ്പൊട്ട അവ ആയോ നടച്ചു നോക്ക്. മുമ്പിൽ കൂടി മരിപ്പാണ് പോകുന്നത്. അവരെല്ലാരും കണ്ടും വെച്ച് നോക്കുക. ബോഡി നോക്കി 32 വല്ലൊളിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കുക. ശാപം. എടാ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ചേച്ചിയുടെ മോനെ ഒരു ലൈൻ ഉണ്ടടാ. നമ്മള് മാത്രം എന്താണ് അളിയാ ഇങ്ങനെ ഹതഭാഗ്യരായി പോയത്? പെണ്ണുങ്ങളെയൊക്കെ വീഴ്ത്തണമെങ്കിലേ സ്ഥലത്തെ പ്രധാന പയ്യന്മാർ നമ്മളാവണം. കേട്ടിട്ടില്ലേ? പോപ്പുലർ ബോയ്സിനെ പെണ്ണുള്ളൂ. നമുക്കും വേണം ഒരു ക്ലബ്ബ്. ഈ മഞ്ഞമ്മൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന പോലെ 5 പേര് വേണം. 5 പേര് നീ അവിടെ പോരാ. എടാ അവരെ പോലെ സ്ഥലപ്പേര് വെച്ചങ്ങ് കാച്ചണം. പേരിടാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം കുണ്ടിത്തുറ ബോയ്സ്. ആരെ വാ. അയ്യോ ദാരിദ്ര്യം. ഈ നശിച്ച നാടിന് മാത്രം എന്താണോ ഇത്രയും വൃത്തിയിട്ട പേര് കിട്ടിയേ? சென்றல சம்பகம் பக்கத்துல வா. அப்படியே வந்து ஒரு மொத்தம் கொடு. അമ്മച്ചി എന്തോന്നിത്? അവന്റെ ഒരു കുണ്ടറ എഴുന്നേറ്റ് പോട കാല. സൂര്യൻ ഉച്ചയിലായി. നിനക്ക് ഓഫീസിലൊന്നും പോണ്ടേടാ. എന്നിട്ട് ഫ്രണ്ട്സ് വന്നില്ല ഇതുവരെ? ബെസ്റ്റ്. നീയും കൊള്ളാം, നിന്റെ കൂട്ടുകാരനും കൊള്ളാം. പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ടാവും. പോയി നോക്ക്. ഒരു ഉമ്മതാ ചേട്ടനല്ലേ ചോദിക്കണേ? ഞാൻ പിണങ്ങി. അയ്യോ എന്റെ ചേട്ടാ പിണങ്ങല്ലേ? വീട്ടിലാരും ഇല്ലാത്തപ്പ ഇതാണല്ലേ നിന്റെ പണി? മ്ലേച്ഛം. അയ്യേ നീ കണ്ടാ? ആരോടും പറയല്ലേ. ജീവിച്ചു പോണ്ടേടാ. പെണ്ണു പോയിട്ടൊരു പൂട പോലുമില്ല. ഇങ്ങനൊക്കെ ചെയ്യുമ്പോ ഒരു മനസ്സുഖം അല്ലാതെ എന്ത് ചെയ്യാനാ? അമ്മേ എന്റെ നടു. എന്താളിയാ ഇന്നും കണ്ട നിന്റെ സിൻഡ്രലേ? അവന്റെ ഒരു സിൻഡ്രല നോക്കിയിരുന്നോ? മൂക്കി പല്ല് വരും. അപ്പൊ വരും നിന്റെ സിൻഡ്രല താത്തി. പല്ലൊക്കെ പോയി ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച്. പോടാ നീ നോക്കിക്കോ. എനിക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിരിക്കുന്ന എന്റെ സിൻഡ്രല എവിടെയെങ്കിലും ഉണ്ടാവും. സമയമാകുമ്പോ കർത്താവ് തന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും.
ഇന്റർവ്യൂ ഓൾറെഡി കഴിഞ്ഞു. ഇവിടെ ഇനി വേക്കൻസി ഒന്നുമില്ല. താങ്കൾ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളൂ. ഹാരി, എന്തായി ജോബിന്റെ കാര്യം? മമ്മ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് 1 വീക്ക്, ജസ്റ്റ് 1 വീക്ക് കൂടി ടൈം ഞാൻ തരും. അത് കഴിഞ്ഞാൽ നീ നേരെ US വന്നേക്കണം. എടാ എന്തായി? എന്താവാൻ, ഞാൻ മാക്സിമം 1 വീക്ക് കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. മമ്മ വിളിച്ചാർന്നല്ലേ? എല്ലാം കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നേ. എടാ നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് ചെയ്തിരുന്നു. അവരുടെ അറിവിലുള്ള ഒരു ഓഫീസിൽ എംപ്ലോയീസിനെ അർജന്റ് ആയിട്ട് ആവശ്യമുണ്ടെന്ന്. എന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ മെസ്സേജ് ചെയ്തേ. എന്നാ അവിടെ കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എടാ അതല്ല, ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ ഓൾറെഡി മെയിൽ എംപ്ലോയീസ് കൂടുതലുണ്ട്. സോ അവർ ഒരു ഫീമെയിൽ എംപ്ലോയിയാണ് പ്രിഫർ ചെയ്യുന്നത്. നീ എന്താ പറഞ്ഞു വരുന്നേ? നീ ഒരു ഗേൾ ആകണം. ഗേൾ ആകണമെന്നോ? എന്നെ കൊണ്ടൊന്നും വയ്യ ഗേൾ ആകാൻ. എന്നിട്ട് വേണം എന്റെ മമ്മ എന്നെ ജീവനോട് കുഴിച്ചിടാൻ. എടാ പൊട്ട, റിയൽ ആയിട്ടല്ല, ഫേക്ക് ആയിട്ട് ഡ്രസ് ചെയ്ത് പോകണം. ഈ പ്ലാനൊക്കെ വർക്കൗട്ട് ആവോ? അതൊക്കെ നമുക്ക് വർക്കൗട്ട് ആക്കാം. അതിന് മുന്നേ നിനക്കൊരു പേരിടണം. ഹാരി, ഹാരി, ഹെലൻ, ഹെലൻ, അത് മതി. അപ്പോ നാളെ മുതൽ നീ ഹെലൻ, ഹെലൻ ഡിസിൽവ. ഓക്കെ? ഓ, ഈച്ചയെ ഓടിച്ചിരിക്കാന്നല്ലാതെ എന്ത് പ്രയോജനം? ഈ ഓഫീസിൽ മരുന്നിന് വായി നോക്കാൻ പോലും മര്യാദക്ക് ഒരെണ്ണമില്ല. എടാ ആന്റി ലവറെ, വായടച്ച് വെക്ക്, വല്ല ആനയും കയറും അതിലൂടെ. എടാ എവിടെ പോയി നിന്നാലും റിലേഷൻഷിപ്പ് എന്നെ കേൾക്കാനുള്ളൂ. ഞാനൊരു ദിവസം മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ നിന്നപ്പോ ഈച്ച വരെ പറന്നു ഒന്ന് ചെവി പറഞ്ഞടാ. എന്തോന്ന്, മൂത്ത് വരക്കാറായാലോ ഇതുവരെ പെണ്ണ് കിട്ടിയില്ലേന്നു. ഞാൻ വിഭ്രജിച്ചു പോയടാ. എടാ ഇപ്പോ ഏജ് ഗ്യാപ്പുള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഫാഷൻ. ഓ, എനിക്കാണെങ്കിൽ അതുമില്ല. ആകെ ഉള്ളത് ഈ പല്ലിനുള്ള ഗ്യാപ്പാ. ചിലപ്പോ ഓർക്കും എല്ലാരെയും കൊതിപ്പിച്ചിട്ട് വല്ല മാതാമ്മമാരെയും പോയി കെട്ടാന്ന്. പിന്നെ നീ പോയി വിളിക്കുമ്പോ ചാടി വരായിരിക്കുമല്ലേ മാതാമ്മമാരി. നിനക്ക് പ്രാന്താടാ. എനിക്ക് പ്രാന്തായിരുന്നു. ടെൽമി ഡാഡി, ടെൽമി, എനിക്ക് പ്രാന്തായിരുന്നു. ആടാ നിനക്ക് വട്ട്, നല്ല മുഴുത്ത വട്ട്. ഓ, എനിക്ക് ഇതേ കൂടുതൽ സഹിക്കാൻ വയ്യ. പെണ്ണും കേട്ടാണ് പൊടി പാളിസരിക്കുമ്പോഴാണ് അവന്റെ കുഞ്ഞമ്മയുടെ നൂൽപ്പാലം. അങ്ങനെ നീക്കലായി വലിക്കണ്ട. ഞാൻ മൂത്തം നരച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കൂല. ഹായ് ഫ്രണ്ട്സ്. ഹായ് ക്രിസ്റ്റി. സാറെന്താ പെട്ടെന്ന് ഒരു സൂചന പോലും ഇല്ലാതെ കാശിക്ക് പോയത്? ഓ അതോ, എനിക്കൊരു ലവ് ഉണ്ട്. അത് സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. ഈശോയെ, കുളിയിലോട്ട് കാലം നീട്ടിയിരിക്കണ കിളവണ് വരെ ലവ്. എടാ നമുക്ക് എന്തോ വലിയ ശാപമാടാ. ഫ്രണ്ട്സ് പ്ലീസ് കം ടു മൈ ക്യാബിൻ. ഓ, ഒരിടത്ത് ഇരിക്കാനും സമ്മതിക്കൂല. ഈരെ നേരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ശരാ, ഒരു ഉണക്ക ഓഫീസ്, ഒരു എന്റർടൈൻമെന്റും ഇല്ല. ബോറടിച്ചിട്ട് വയ്യ. എന്നാ പിന്നെ നിനക്ക് വല്ല പെയിന്റ് പണിക്കും പോയിരുന്നില്ലേ? ഇതൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. മോനിത് സ്യൂട്ട് ആവൂല. സോ സാഡ്. ആര്? നീ വിവരവും വിദ്യാഭ്യാസം ഉള്ളവൻ. ആൻസർ ഷീറ്റിൽ മീറ്റ് മീ എന്ന് എഴുതിയ ടീച്ചറിന്റെ വീട്ടിൽ അന്ന് രാത്രി മതിൽ ചാടിയാനല്ലേടാ നീ? അളിയാ പതുക്കെ, നാട്ടിക്കല്ലേ. I can't feel no better. What's this knob do? I can't feel no better. What's this knob do? I can't feel no better.
ഷോ മരുന്നിനെങ്കിലും ഒരെണ്ണത്തിന് വായി നോക്കാനെങ്കിലും കിട്ടിയിരുന്നേ. നോക്കിയിരുന്നോ? ഇപ്പൊ കിട്ടും. എന്തുവാ, വെല്ലുവിളിക്കാണോ? ആ, വെല്ലുവിളി എങ്കിൽ വെല്ലുവിളി. എന്നാ നീ നോക്കിക്കോ, ഈ ഓഫീസിൽ ആദ്യം കയറി വരുന്ന പെണ്ണിനെ തന്നെ ഈ ക്രിസ്റ്റി വളച്ച് കെട്ടിയിരിക്കും. ഇത്രയും കഠിനമായ തീരുമാനങ്ങൾ എടുക്കണോ രാജാവേ? എടാ നോക്കടാ, ദേടാ ഒരു അടാറ ഐറ്റം വരുന്നു. ഈശ്വര, ഇതാണോ പണിക്കർ പറഞ്ഞ എന്റെ സിന്തല? ആഹാ, അതിന്റെ അടുക്ക് ക്രിസ്ത്യാനിയെ നീ പണിക്കരെ കാണാൻ പോയ കള്ളഹിമാറെ. ഓ, ഒരു ഡയലോഗ് പറയാനും സമ്മതിക്കൂല. അലബലാതി എന്നാ ചരക്കാടാ. ദേ, ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെയാണോടാ പറയുന്നേ? അടിയ ഫ്രണ്ടിലങ്ങ തങ്ങ ബാക്കിലെ ചക്ര, ഇത് ഞാനൊരു പൊളിക്കും. അടിപൊളി, നിനക്ക് പറയാല്ലേ? അത് പിന്നെ കാണാൻ കൊള്ളാവുന്ന എന്തിനെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഫ്രൂട്ട്സിനോടും വെജിറ്റബിൾസിനോടും ഒക്കെ ഉപമിക്കുന്നത് എന്റെ ഒരു ശീലമായി പോയി. പിന്നെ ദേ, ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. എന്റെ സ്വപ്നത്തില് സിൻഡ്രല്ല ചെമ്പകമാണ് ആ വരുന്നേ. വെറുതെ അവളെ നോക്കാൻ നിൽക്കണ്ട നീ. എടാ, നിന്റെ വായുനോട്ടത്തിന്റെ മഹാസാഗരത്തിന്റെ ഓരത്തിരുന്ന് ഞാനും ഒന്ന് ചൂണ്ടയിട്ടോട്ടെ. നീ ചൂണ്ടയിടാൻ വേറെ ആളെ കണ്ടുപിടിച്ചോട്ടെ മോനെ. എടാ, ശരിക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത്? അത് പിന്നെ എന്റെ പെണ്ണെ ഓട്ടുന്നോടാ. ഇതിന്റെ എന്റെ എങ്ങോട്ടായി നോക്കുന്നേ? ഓ, എല്ലാം കൂടി കെട്ടുവിടണോ തോന്നണേ. നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാം. I can't feel no better. What's this? കുട്ടി ഏത് കോളേജിലാ? കോളേജിലോ? ഞാനോ? കോളേജിലാണെങ്കിൽ ഞാൻ ഇവിടെ നിക്കോളോ മണ്ട. മണ്ടനോ? ഞാനോ? ആ, തന്റെ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് താനൊരു മരമണ്ടനാണെന്ന്. ഓ, തൊട്ടാൽ വീഴുന്ന ഐറ്റം അല്ല. മാറ്റിപ്പിടിക്കാം. ബാബിക്ക് സുഖാണോ? ബേബിയോ? അതിന് നമ്പർ എങ്ങനെയുണ്ടല്ലോ ചേട്ടാ? അതിന് കുട്ടിയെയാണ് ബേബി എന്ന് വിളിച്ചത്. ചേട്ടൻ എന്നെ ഓരോന്ന് വിളിച്ച് കഷ്ടപ്പെടണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്, ഹെലൻ ഡി സിൽവ. ഹെലൻ, നല്ല പേര്. ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന പോലെ. അതെ, വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാനങ്ങോട്ട്, എനിക്ക് വാക്കുണ്ട്. അവന്റെ ഒരു ഹല്ലേലൂയ പോടെ പറ്റി. നിന്നെ ഞാൻ എടുത്തോളാം. പറഞ്ഞ പോലെ ഹാളൻ. എന്തായിരുന്നു? ആ, ഹെലൻ. എടാ, ഹെലൻ എന്ന പേര് കൊള്ളാലേ. പിന്നെ ഇന്നു മുതൽ അവൾ എന്റെ ഹെല്ലാണ്. എടാ, ഹെല്ല എന്ന് പറഞ്ഞ നരകോന്നാണ്. ചായ് എന്നാ ഹെല്ലൊന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? നീ വിളിച്ചോ, ഞാൻ ഹലോ എന്ന് വിളിച്ചോളാം. പോടാ, അതൊന്നും കൊള്ളില്ല. അവൾ എന്റെ സ്വപ്നത്തിൽ ചെമ്പകമായിട്ടല്ലേ വരുന്നേ. ഞാൻ അവള് ചെമ്പകം എന്ന് തന്നെ വിളിച്ചോളാം. എന്റെ ചെമ്പകമേ. മുള്ളാൻ മുട്ടിട്ട് പാടില്ലല്ലോ. എവിടെയാ ടോയ്ലറ്റ്? ഓ ഗോഡ്, ബോയ്സ് ഗേൾസ് എവിടെ കേറും? എന്തേലും ആകട്ടെ, ബോയ്സിൽ തന്നെ കേറാം. ഞാൻ എന്തായി കാണുന്നേ? എന്നെ കാലളിയ ഇവരെന്നെ കൊണ്ട് ചരിത്രം പറയിക്കും. കാലം തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമോ.
അത് അവിടെ ഗേൾസ് ടോയ്ലറ്റിൽ ഫുള്ളായിരുന്നു. അതാ. സിന്ധു, നിനക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ചേട്ടന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും എന്റെ സിന്ധുവിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് ഈ ക്രിസ്റ്റിയേട്ടൻ. എന്ത് ഹെൽപ്പ്? എന്തും. പണിപ്പാളിന്ന് തോന്നുന്നു. ഈ അലവരാതിനെ മുട്ടിട്ട് നടക്കാൻ വയ്യല്ലോ. ഷോ, ഇവിടെ ഒന്ന് കണി കാണാൻ കിട്ടുന്നില്ലല്ലോടാ. അത് പിന്നെ അവൾ പിയല്ലേടാ. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം അളിയ. ഇടയറിക്കെ ഈ ബെഞ്ചമിനുള്ളപ്പോ എന്തിനു നീ പേടിക്കണം? ബെഞ്ചമിനാ? എറിക്ക? ആരൊക്കെ ഇവര്? ശരിയാണല്ലോ. ഇതൊക്കെ ആരാ? ചിലപ്പോ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പേരുകളായിരിക്കോടാ. ആർക്കറിയാം, കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ കട്ട ചെന്നുകളായിരുന്നു. അപ്പോ ആ ജന്മത്തിലും ഈ ജന്മത്തിലെ പോലെ നീ എന്നെ എത്ര കുഴികളിൽ വീഴ്ത്തിയിട്ടുണ്ടാവും. ഉടുമ്പ് പിടിക്കണ പോലെ പിടിച്ചിരിക്കുക. ഞാനിപ്പോ എന്നാ ചെയ്യണം നീ പറ. നീ അവിടെ നിരീക്ഷിക്കണം. എന്റെ പറക്കുന്ന CCTV ആകണം നീ. ഓക്കെ, ഡൺ. ഇന്നു മുതൽ അവളുടെ ഓരോ നീക്കങ്ങളും മിനിറ്റ് വെച്ച് നിന്റെ മുന്നിൽ ഈ പ്രിൻസ് എത്തിച്ചിരിക്കും. പ്രിൻസ്, കം ടു മൈ ക്യാബിൻ. പ്രിൻസ്, അവിടെ ലാപ്പിൽ ഒരു ഫയൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ പറയൂ. ശരി സാർ. ഓ, ഇതിലേതായിരിക്കും ആ ഫോൾഡർ? ഇതായിരിക്കും. ഇതെന്താ? മ്യാവൂ മ്യാവൂ. അയ്യേ, ഇങ്ങനൊക്കെ ഫോൾഡറിന് പേരിട്ടൊക്കെ നീ ആരാ ഡോറാമോനോ? തുറന്ന് നോക്കാം. ഇതെന്താ എന്റെ ഫോട്ടോ? അയ്യേ, ഇതെല്ലാം ഞാനാണല്ലോ. എന്റെ ഫോട്ടോ എന്തിനാ ഇയാൾ? ഹലോ ഉമ്മ. അയ്യേ, ഈ കിളവൻ എന്നോട് പ്രേമോ? നീ കണ്ടല്ലേ? എന്ത്? നീ കണ്ടോന്ന്? എന്ത് കണ്ടോന്ന്? നീ കണ്ടല്ലേ? ഞാനൊന്നും കണ്ടില്ല. I can't feel no better. What's this? What's this? I love you. എന്താണ് കിടന്നാലരണം? നിന്റെ ആരെയും ചത്ത? എടാ നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ നാട് വിടണം. എന്തിന്? എടാ കിളവൻ ബോസിന്റെ ലാപ്പിലുള്ള എന്റെ ഫോട്ടോ ഇടാ. നിന്റെ ഫോട്ടോസോ? അയാൾക്ക് ഭ്രാന്തല്ലടാ. പ്രേമം, കൊഴുത്ത പ്രേമം. പ്രേമം ആരോട്? എന്നോട്. ഈശ്വര, ആരുമില്ലേ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ? നീ ബോസ്? അയ്യേ, സാരമില്ലളിയ. പെണ്ണോ കിട്ടുന്നില്ല. നീ ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ. ദുഷ്ട, ഞാൻ ഇവിടെ കിടന്ന് പ്രാണവേദന എടുക്കുന്ന ചിരിക്കുന്നോടാ. എടാ ഞാൻ എന്ത് ചെയ്യൂടാ? പ്രിൻസ്, കം ടു മൈ ക്യാബിൻ. ദേടാ, നിന്റെ കാമുകൻ വിളിക്കുന്നു. അയ്യേ തോടാ, ഞാൻ പോകൂല. ബേബി, ഒരു ഫയൽ കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ബേബിയോ? ഇങ്ങനെ തന്നെ ഷർട്ട് അടിക്കുന്നേ? ഇനി എന്നെ പീഡിപ്പിക്കാനാവൂ? അമ്മച്ചി, നിങ്ങളുടെ മകന്റെ ചാരിത്രം ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു. ഇല്ല, ഞാനിത് അനുവദിക്കില്ല. എന്റെ അഭിമാനം കളയാൻ സമ്മതിക്കില്ല. ഇങ്ങനെന്താ വിഴുങ്ങുന്നേ? അയ്യോ, സ്റ്റാമിനൊക്കെ വേണ്ടിയുള്ള കുളികയാകും. കൂടെ തെണ്ടിക്കളവൻ. ഞാൻ എനിക്ക് പോയിട്ട് തന്റെ തലയിൽ ഒരു സ്റ്റിക്കർ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇവരൊക്കെ ബീക്കാണല്ലോ ബേബി.
നിന്റെ അവസ്ഥ മനസ്സിലാവും എനിക്ക്. പക്ഷെ നീ എന്നെ ഹെൽപ്പ് ചെയ്തേ നോക്കുവാളിയാ. കൊരങ്ങൻ തെണ്ടി ഞാൻ ചത്താലും വേണ്ടൂലല്ലേ, നിനക്ക് പൂക്കണല്ലേടാ. പ്രിൻസേ പ്ലീസ് ഡാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, സെറ്റ്. സിൻഡ്രു ഒന്ന് വരാമോ പ്ലീസ്? താനെന്തിനാ പാന്റ് ഇടുന്നേ? അത് ഒരു സാധനം പുറത്തെടുക്കാൻ. അയ്യേ, എന്ത് സാധനം? അത് സർപ്രൈസ്. ഇത് കണ്ടാൽ നീ സർപ്രൈസ് ആകും. മിസ്റ്റർ, നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ആ യന്ത്രം അകത്തിടൂ. അകത്തിടാനോ? ഇതങ്ങനെ കൊട്ടേ അകത്തിട്ട് വെക്കാൻ പറ്റില്ല. ദേ നോക്കൂ. നോക്കണോ? എന്ത് ഭംഗിയല്ലേ. തനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. കറക്റ്റ് ഫിറ്റാ എനിക്ക്. ആനോട് ചേട്ട. ആ ഷ്യൂസ് നോക്ക്, എന്ത് ക്യൂട്ടാ. തന്നെ ക്യൂട്ട് തന്നെ. മനുഷ്യന്റെ ഉള്ള ജീവൻ അങ്ങോട്ട് പോയി. എടാ, നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? ഷൂസ് ഒക്കെ അവള് വാങ്ങിച്ച സ്ഥിതിക്ക് നീ നാളെ അവളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്. ഇത്ര പെട്ടെന്നോ? ആ, നമ്മുടെ കാര്യത്തിലെല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. നീ ഞാൻ പറയുന്ന പോലെ കേക്ക്. നോക്കാല്ലേ? ഷോ, എനിക്ക് വയ്യ. നാളെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാ അവൾ എന്റെ വേണ. എങ്ങനെ പ്രപ്പോസ് ചെയ്യാ? യെസ്, പിക്കപ്പ് ലൈൻസ്. വേലക്കാരിയായിരുന്നാലും നീ മോഹവള്ളി വേണ്ട. ഹായ് മാലിനി, ഞാനിത് സൊള്ളി ആകണം. ആണോ? നീ അളവോ അളക് കുളക്കുന്നു. എന്തെങ്കിലുമൊക്കെ കാട്ടി വെക്കാം. I can't feel no better. What's this knob do? I can't feel no better. What's this knob do? ഇതെന്ത് കോലോടാ? എന്താ സിമ്പിൾ ഡ്രസ്സിൽ വരുന്ന ബോയ്സിനെ പെൺപിള്ളേർക്ക് ഇഷ്ടല്ല? സിമ്പിൾ ഡ്രസ് ഇത്. ഇതെന്താണ് നിന്റെ തലേ കറുത്ത ഷഡ്ഡി ഉണക്കാനിട്ടേക്കുന്നോ? നീ എന്താണ് സ്യൂട്ടൊക്കെ ഇട്ട് എന്താണ് ശവപ്പെട്ടി കിടക്കാൻ പോണം? I can't feel no better. What's this knob do? ദേടാ, നീ കത്തി വേഷിട്ടപ്പോ അവൾ നൈറ്റ് എടുത്തോണ്ട് വന്നേക്കുന്നു. പാവണ്ടാ, വർക്കിനോടുള്ള ആത്മാർത്ഥത കാരണം ഇട്ട നൈറ്റ് കൂടി മാറാൻ മറന്നുപോയി. ഷോ, പാവം എന്റെ പെണ്ണു. എന്താ ചേച്ചി നൈറ്റിയില്? നൈറ്റിയോ? ഇത് നൈറ്റി അല്ലടോ, ഹാൻഡ് പോക്കാണ്. കൊറിയൻ ട്രഡീഷണൽ ഡ്രസ്സാ. ഇതുപോലെ അറിയാത്ത മണ്ടന്മാരാണ് എന്റെ കോളീഗ്സ്. ഹാൻഡ് ബോക്കാ? എനിക്ക് അങ്ങനെ ജംഗിൾ ബുക്ക് മാത്രമേ അറിയുള്ളൂ ചേച്ചി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇനി നീ അങ്ങോട്ട് മാറി നിന്ന് ഈ ക്രിസ്റ്റിയുടെ കളിയാണ്. സിൻഡ്രു ഒന്ന് നിൽക്കുമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കുട്ടി ശശിക്കയാണ്. കുട്ടിയോട് എനിക്ക് ക്രഷ് ഉണ്ട്. കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ ഓഫീസ് നമുക്കൊരു മണിയറാക്കാം. അവളെ ഞാട്ടി വിട്ടടാ. ഇതാണ് വെളുപ്പാങ്കാലം വരെ നീ ഉറക്കം വിളച്ചിരുന്ന് കണ്ടുപിടിച്ച പിക്കപ്പ് ലൈൻ. ഓട്ടളിയാ, വാ നമുക്ക് അടുത്ത ഐഡിയ പ്ലാൻ ചെയ്യാം.